എല്ലാവർക്കും വന്ദനം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷവും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. വായിക്കുന്നവർക്ക് ഒത്തിരി ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. പല ആശയങ്ങൾ, പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ വേദഭാഗത്തിന് നൽകപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 വിഷയങ്ങൾ സംബന്ധിച്ചാണ് അവിടെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ ആരാണ്? രണ്ടാമത്, ഈ മല്ലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഈ 2 വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്കും ചോദ്യങ്ങളുണ്ടാകാം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിൻ്റെ പരിമിതി നിന്നുകൊണ്ട് തന്നെ പരമാവധി ഒരു വ്യക്തത വരുത്താനായിട്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. പ്രധാനമായും 3 വ്യാഖ്യാനങ്ങളാണ് ഈ ദൈവത്തിൻ്റെ പുത്രന്മാർ ആര് എന്നത് സംബന്ധിച്ച് നൽകപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാമത്തെ വ്യാഖ്യാനം, ദൈവത്തിൻ്റെ പുത്രന്മാർ രാജാക്കന്മാരും മനുഷ്യരുടെ പുത്രിമാർ സാധാരണ സ്ത്രീകളുമാണ് എന്നാണ്. അന്നത്തെ കാലത്തെ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ധാരാളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ വിഷയത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു. ഈ വ്യാഖ്യാനത്തിന് മറു ചോദ്യങ്ങളും ധാരാളമുണ്ട്. അസ്വാഭാവികമായ ചില കാര്യങ്ങളാണ് അതിനുശേഷം താഴേക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ബന്ധത്തിൽ മല്ലന്മാരുണ്ടാകുന്ന കാര്യം, വീരന്മാരുണ്ടാകുന്ന കാര്യമൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാജാക്കന്മാരും സാധാരണ സ്ത്രീകളുമാണ് ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത് എങ്കിൽ അസാധാരണ പ്രത്യേകതയുള്ള അല്ലെ അസാധാരണക്കാരായ മനുഷ്യർ എങ്ങനെ ഉണ്ടാകും എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യാഖ്യാനത്തെ എല്ലാവരും സ്വീകരിക്കാറില്ല എന്നതാണ് സത്യം. ഇനി കുറച്ചുകൂടി സ്വീകാര്യമായത്, ഒരുപക്ഷെ കുറച്ചുകൂടി ആളുകൾ സ്വീകരിക്കുന്ന ഒരു വ്യാഖ്യാനം, ദൈവത്തിൻ്റെ പുത്രന്മാർ വിശ്വാസികളായ മനുഷ്യർ, ശേത്തിൻ്റെ വംശത്തിൽപ്പെട്ട വിശ്വാസികളായ പുരുഷന്മാർ, മനുഷ്യരുടെ പുത്രിമാർ കയീൻ്റെ വംശത്തിൽപ്പെട്ട അവിശ്വാസികളായ സ്ത്രീകൾ. അപ്പോൾ വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വിവാഹമാണ് ഇവിടുത്തെ പരാമർശ വിഷയം. ആ വിവാഹ ബന്ധത്തിലൂടെ ജനിച്ച കുട്ടികൾ കൂടുതൽ ദുഷ്ടതയുള്ളവരായി തീർന്നു എന്ന രീതിയിലാണ് ചില ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇന്ന് പലരും സ്വീകരിക്കുന്ന ഒരു വ്യാഖ്യാനം ഇതാണ് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയും ചോദ്യങ്ങളുണ്ട്. ദൈവം അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിരുന്നുവോ? വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വിവാഹം കഴിക്കരുത് എന്നൊരു കൽപ്പന ഈ കാലത്ത്, നോഹയുടെ കാലത്ത് കൊടുത്തിരുന്നുവോ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു കൽപ്പന നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയൊരു നിർദ്ദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതൊക്കെ പിന്നീട് വന്ന കൽപ്പനയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വിവാഹം കഴിച്ചാൽ അസാധാരണ വലിപ്പമുള്ള, അസാധാരണ ദുഷ്ട സ്വഭാവമുള്ള മനുഷ്യനുണ്ടാകുമോ എന്നതൊരു ന്യായമായ ചോദ്യമാണ്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മല്ലന്മാർ എന്ന വാക്ക് നെഫിലീം എന്നാണ് അതിൻ്റെ എബ്രായ പദം. ആ വാക്കിൻ്റെ അർത്ഥം ഫെലോൺസ് അഥവാ മറ്റുള്ളവരെ ആക്രമിക്കുന്നവർ, ചാടി വീഴുന്നവർ എന്നാണ്, പരാക്രമികൾ എന്നാണ്. മറ്റുള്ള മനുഷ്യരെ ഉപദ്രവിക്കാനും കൊള്ളയടിക്കാനും വേണ്ടി ചാടി വീണ് ആക്രമിക്കുന്ന ആളുകൾ എന്ന നിലയിലാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ വീരന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ കാലത്തെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന മനുഷ്യരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ അസാധാരണമായ കഴിവുകളുണ്ട്, അസാധാരണമായ രൂപമുണ്ട് അവർക്ക്. ഇതൊക്കെയാണ് ഈ മല്ലൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വിവാഹം കഴിച്ചാൽ അത്തരത്തിലുള്ള ഒരു സന്തതി പരമ്പര ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ?
അപ്പോൾ ഇതിനു ശേഷം ദൈവം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പ്രസക്തമാണ്. 3-ാമത്തെ വാക്യം, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ദൈവം പറയുകയാണ്, മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംവദിക്കുന്ന ആ ഒരു പരിപാടി ദൈവം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യുഗാന്തര വേദശാസ്ത്രികൾ, ഡിസ്പെൻസേഷണൽ തിയോളജിസ്റ്റുകൾ, മനസാക്ഷി യുഗം എന്നൊരു യുഗമുണ്ട് എന്ന് കരുതുന്നത്. ഇതിൻ്റെ ഇടയിലൊന്ന് പരാമർശിച്ച് പോകാമെന്ന് കരുതുന്നു. ലോകചരിത്രത്തെ 7 യുഗങ്ങളായി അവർ തിരിക്കുന്നുണ്ട്. നിഷ്പാപയുഗം, പാപം ചെയ്യുന്നതിന് മുമ്പുള്ള യുഗത്തെ നിഷ്പാപയുഗം എന്ന് പറയുന്നു. പാപം ചെയ്ത് ഏതെനിൽ നിന്ന് പുറത്തായത് സമയം മുതൽ പ്രളയം വരെയുള്ള സമയത്തെ മനസാക്ഷി യുഗം എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ മനസാക്ഷിയിൽ സംവദിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്ന് കരുതാം. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനോട് ശരിതെറ്റുകളെക്കുറിച്ച് അവൻ്റെ ഉള്ളിൽ സമ്പാദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മനുഷ്യൻ ആ ദൈവത്തിൻ്റെ ശബ്ദം ചെവി കൊടുക്കാതെ പാപത്തിൻ്റെ വഴികളിൽ നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാം. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ്റെ ആയുസ് 120 സംവത്സരമാകും എന്നും ദൈവം പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചിന്തിക്കുന്നത് അന്ന് മുതലാണ് മനുഷ്യൻ്റെ ആയുസ് കുറയാനായിട്ടിടയായി തീർന്നത്. അതിനു മുമ്പ് 900-ഉം 800-ഉം ഒക്കെ വയസ്സായിരുന്നെങ്കിൽ അതിനുശേഷം 120 വയസ്സ് വരെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് ദൈവം അതിനെ ക്ലിപ്തപ്പെടുത്തി, പരിമിതപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ എന്നാൽ അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം അതല്ല, യഥാർത്ഥ അർത്ഥം അതല്ല. ദൈവം പറഞ്ഞത് ആ കാലത്തിന് 120 വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ്റെ അവസാനം സംഭവിക്കുമെന്നാണ്. അഥവാ പ്രളയത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ്. ദൈവം ലോകത്തിലുള്ള മനുഷ്യരെ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് അവിടെ ഉള്ളത്. വാസ്തവത്തിൽ ഈ അരുളി ചെയ്തതിന് ശേഷം 120 വർഷങ്ങൾ കൂടി ഈ ഭൂമി നിലനിൽക്കും. അതിനുശേഷം എല്ലാ മനുഷ്യരെയും ദൈവം നശിപ്പിക്കും എന്ന ആശയമാണ് ആ വാക്യത്തിൽ ഉള്ളത്. അപ്പോൾ ദൈവം മനുഷ്യർക്ക് വലിയ ഒരു ന്യായവിധി പ്രഖ്യാപിക്കുകയാണ്. അവിശ്വാസികളും വിശ്വാസികളും വിവാഹം കഴിച്ചതുകൊണ്ട്, അവർക്ക് മല്ലന്മാരായ മക്കളുണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ രാജാക്കന്മാരും സാധാരണ സ്ത്രീകളും വിവാഹം കഴിച്ച് അവർക്ക് മല്ലന്മാരായ മക്കളുണ്ടായതുകൊണ്ട് ലോകത്തെ മുഴുവനും നശിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ദൈവം എന്തുകൊണ്ട് ഒരു ന്യായവിധി പ്രഖ്യാപിച്ചു എന്നതും ശ്രദ്ധേയമായൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നത്, ഞാൻ മാത്രമല്ല മറ്റ് അനേക ദൈവദാസന്മാരങ്ങനെ ചിന്തിക്കുന്നവരാണ്. പഴയ നിയമ പുസ്തകങ്ങളുടെ വ്യാഖ്യാനം എഴുതിയ മിക്കവാറും യഹൂദ വേദശാസ്ത്രികളൊക്കെ ഈ ദൈവപുത്രന്മാർ ആര് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ദൈവപുത്രന്മാർ രാജാക്കന്മാരാണ് എന്ന വാദവും, രണ്ടാമത് അവർ ശേത്തിൻ്റെ വംശത്തിൽ ജനിച്ച വിശ്വാസികളാണ് എന്നുള്ള ന്യായവും, ഇത് കൂടുതൽ നമുക്ക് പഴയ നിയമ വ്യാഖ്യാതാക്കളുടെ അല്ലെങ്കിൽ യഹൂദ പണ്ഡിതന്മാരുടെ എഴുത്തുകളിൽ കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് മൂന്നാമതായിട്ട് ഇനി നമ്മൾ പറയാൻ പോകുന്ന ന്യായമാണ് കൂടുതൽ കാണുന്നത്. അഥവാ ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ അവർ വീണുപോയ ദൈവദൂതന്മാരാണ്. മനുഷ്യരുടെ പുത്രിമാർ സാധാരണ മനുഷ്യ സ്ത്രീകളും. ഈ മൂന്നാമത്തെ ആശയം നമ്മൾ അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കുന്നതാണ്. പഴയ നിയമത്തിൻ്റെ പഴയ വ്യാഖ്യാതാക്കൾ, യഹൂദ റബിമാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ ആശയമാണ്. കൂടാതെ BC 300-200 കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഹാനോക്കിൻ്റെ 1-ാമത്തെ പുസ്തകം, യൂദ ലേഖനത്തിൽ കോട്ട് ചെയ്തിരിക്കുന്ന ഹാനോക്കിൻ്റെ പ്രവചനമൊക്കെ ആ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ഈ ഹാനോക്കിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ പിശാചുക്കളുടെ അല്ലെങ്കിൽ ഈ ഭൂതങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. സാത്താന് വന്ന ശിക്ഷയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ പറയുന്ന കൂട്ടത്തിൽ ഈ ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവപുത്രന്മാർ ഈ വീണുപോയ ദൂതന്മാരാണ് എന്നാണ് ആ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ആ പുസ്തകം ദൈവവചനമൊന്നുമല്ല കേട്ടോ. പക്ഷേ എങ്കിലും പഴയ നിയമ കാലഘട്ടത്തെ മനുഷ്യർ അതിനെ മനസ്സിലാക്കിയത് അങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ 3 ആശയങ്ങളിൽ ആദ്യത്തെ 2 ആശയങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ കൂടുതൽ ചോദ്യങ്ങൾ അവശേഷിക്കുന്ന ഒരു നിലയിലാണ് ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, ദൈവം അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഈ വിവാഹം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം. മാത്രമല്ല, ഈ വിവാഹബന്ധത്തിൽ വിശ്വാസിയും അവിശ്വാസിയും വിവാഹം കഴിച്ചാൽ ദുഷ്ടതയുള്ള മനുഷ്യരുണ്ടാകുമോ എന്നുള്ള ചോദ്യവും, അതിൻ്റെ പേരിൽ ദൈവം ഭൂമിയെ നശിപ്പിക്കുമോ എന്നുള്ള ചോദ്യവുമൊക്കെ ബാക്കി നിൽക്കുകയാണ്. ഇന്നത്തെ പഠനം നമുക്കിവിടെ നിർത്താം. ബാക്കി നാളത്തെ പഠനത്തിൽ തുടരുന്നതാണ്.
ഈ മൂന്നാമത്തെ വ്യാഖ്യാനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.